അപ്പോൾ ഞാനൊരു അടിപൊളി ഹെയർ പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെമ്പരത്തി ഇല വേണം. പിന്നെ ഇത് നമ്മുടെ കവുങ്ങിൻ്റെ നല്ല തളിരിലയും ഇതൊക്കെ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ഇതിന് നമുക്ക് ഇത് രണ്ടും കൂടി ഇങ്ങനെ ചെറുതായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇല്ലേ കല്ലിൽ അരച്ചാലും മതിയേ. അപ്പം പറയാൻ വിട്ടുപോയി, ഇത് മറ്റേ ചുമല ചെമ്പരത്തി ഉണ്ടാകുന്ന ഇലയില്ലേ, അതാണ് വേണ്ടത്. നല്ല ഇല നോക്കി എടുക്കണം. നമ്മുടെ മുടിയുടെ ലെങ്ത് അനുസരിച്ച് വേണം ഇത് എടുക്കാനായിട്ട്. നമ്മൾ ചെറുതായിട്ടിങ്ങനെ കീറി ഇടണം. നല്ല പേസ്റ്റ് രൂപത്തിൽ വരണമെന്നില്ല, എന്നാലും അത്യാവശ്യമേ. അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇലയും കീറി പതുക്കെ ഇടുക. ഒരല്പം വെള്ളം ഒന്ന് ശകലം ഒഴിച്ച് വേണം ഒന്ന് അരച്ചെടുക്കാനേ. അപ്പോൾ വേണ്ട നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് നമ്മളിത് തലയിൽ തേച്ച് പിടിപ്പിക്കണം. അപ്പം ഞാൻ ഇത് അനിയത്തിയുടെ തലയിൽ മുടിയിൽ തേക്കാമെന്ന് വിചാരിച്ചാൽ. അപ്പോൾ അവളുടെ ഇത് തേക്കുന്നതിന് മുമ്പുള്ള മുടിയും തേച്ച് കഴിഞ്ഞ് ഉണങ്ങിയിട്ടുള്ള മുടിയും കാണിക്കാവേ. ഇപ്പം മുടി കിടക്കുന്നുണ്ട് ഇങ്ങനെ ഒരുമാതിരി എന്തോ പോലെ. അപ്പോൾ നമുക്കിതിൻ്റെ മാറ്റം പെട്ടെന്ന് അറിയാൻ പറ്റുമോ. ഇതുണ്ടോ, അപ്പോൾ നമ്മൾ തോട്ടിലോട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അവിടെ തന്നെ നിന്ന് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകി കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ വിരൽ കൊണ്ട് ഇങ്ങനെ ഓരോ സെക്ഷൻ എടുത്തിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യുകയാണ്. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ടൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മുടിയിൽ കഴുകി കളയാൻ പറ്റും. അപ്പം തന്നെ മുടിയുടെ വ്യത്യാസം അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ സ്മൂത്തനിങ് ഹെയർ ആയിട്ട് മാറുവേ. ആഴ്ചയിൽ 4 ദിവസം തൂത്തതിന് ശേഷമേ നമുക്ക് മുടി വളരുന്നതും താരം മാറുന്നതും അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം നല്ലൊരു ഹെയർ പാക്കാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.